ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. അതിനോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ കുറച്ച് ലെവൽസ് ഇന്നത്തെ മാർക്കറ്റിന് വേണ്ടി വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആ ലെവൽസിൽ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് അതിനോടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് മാർക്കറ്റിൽ എടുത്ത എൻട്രി മോഡലും ആ എൻട്രിയുടെ ലോജിക്കും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതേപോലെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് കണക്ക് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് സെല്ല് ചെയ്യുന്നൊരു ഒരു പേജാണ്. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, മാക്സിമം ആ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ ആ ഇൻഡിക്കേറ്റേഴ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് പോയിട്ട് DM ചെയ്താൽ മതി. ഞാനത് സെല്ല് ചെയ്യുന്നതായിരിക്കും. താല്പര്യമുള്ള ആൾക്കാർ മാത്രം ചെയ്യുക. മാർക്കറ്റിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ജോബിൻ്റെ ഇടയിലൊക്കെ ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ല, നിങ്ങൾക്ക് ടൈമുണ്ട്, നിങ്ങൾ കൂടുതൽ ടൈം മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ്ലി നിങ്ങളുടേതായ രീതിയിൽ പഠിച്ച് സ്വന്തമായിട്ടുള്ള എൻട്രികൾ പഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായിരിക്കും മാക്സിമം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതേപോലെ ഇൻഡിക്കേറ്റേഴ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ എടുക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, മാക്സിമം അഗ്രസീവ് ആകാതിരിക്കുക. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്. ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു അല്പം കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു മാർക്കറ്റായിരുന്നു ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് എൻട്രി ആയിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത്, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഷാർപ്പായിട്ടുള്ളൊരു ബൈ കാണാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കാം, ഞാനൊരു ഡെയിലി ടൈം ഫ്രെയിമിൽ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ വേറൊരു കാര്യം, ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. വേണമെങ്കിൽ എന്ത് ചെയ്യാം, മാർക്കറ്റിന് ഈ ഒരു ലെവലിൻ്റെ താഴോട്ട് വന്നിട്ട് മാർക്കറ്റിന് അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ ലെവൽ ഈ ഒരു ലെവലായിരുന്നു ഇന്നലത്തെ ലെവൽ. ഈ ഒരു ലെവലിൽ താഴെ മാർക്കറ്റിന് വന്നതിന് ശേഷം മാർക്കറ്റിന് ഷാർപ്പായിട്ട് അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് തരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ ക്ലിയറായിട്ട് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇന്നലത്തെ വീഡിയോ ജസ്റ്റ് നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക, നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു, ജസ്റ്റ് ഞാൻ ലൈൻസ് ഒന്ന് ഹൈഡ് മാറ്റാം. ഈ ഒരു ഏരിയയിൽ നിന്ന് വേണമെങ്കിൽ മാർക്കറ്റ് ഒന്നുകിൽ ഇതിന് ഡൗൺ സൈഡിൽ നിന്ന് മാർക്കറ്റിന് ഷാർപ്പായിട്ട് അപ്പ് സൈഡിലോട്ട് പോകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഷാർപ്പായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് അപ്പ് സൈഡിലോട്ട് പുഷ് വരും. ആ ഒരു പുഷിനെ എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു ഞാൻ ഇവിടെ ഒരു എൻട്രി പ്ലേസ് ചെയ്ത് നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ആയിരുന്നു ആ ഒരു എൻട്രിയിൽ നിന്ന് നമുക്ക് കിട്ടിയത്. അതിനോടൊപ്പം തന്നെ ഞാൻ ഇവിടെ ഈ ഒരു ലെവലിൽ താഴെ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മാർക്കറ്റിന് ഫർദർ ഡൗൺ സൈഡിലോട്ട് വരാം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലായിരുന്നു ഞാൻ ഇവിടെ ഒരു ഡൗൺ സൈഡിലോട്ട് ട്രേഡ് എടുത്തത്. ഈ ഒരു ട്രേഡിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഫസ്റ്റ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത ടൈമിൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒരു ക്വാണ്ടിറ്റി ഞാൻ ആഡ് ചെയ്തായിരുന്നു ഡൗൺ സൈഡിലോട്ട് തന്നെ. അതേപോലെ തന്നെ മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ലെവൽ വരെ, ഈ ഒരു ടാർഗറ്റ് വരെ നമുക്ക് തന്നായിരുന്നു. ഞാൻ ബുക്ക് ചെയ്തില്ല, ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്തു. മാർക്കറ്റ് വീണ്ടും നമ്മുടെ ബൈയിങ് ലെവലിലോട്ട് വന്നായിരുന്നു. ഞാനപ്പോൾ എന്ത് ചെയ്തു, വീണ്ടും കുറച്ചും കൂടി ക്വാണ്ടിറ്റീസ് ഞാൻ അവിടെ ആഡ് ചെയ്തു. അതേപോലെ തന്നെ മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വന്നു. എക്സാക്ട്ലി നമ്മൾ രണ്ട് ക്വാണ്ടിറ്റിയും ഓൾമോസ്റ്റ് ഈ ഒരു പോയിന്റിൽ ഞാൻ ഈ ഒരു ലൈനായിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലൈനിൻ്റെ ഏരിയയിൽ വെച്ച് നമ്മൾ എക്സിറ്റ് ചെയ്താൽ ഓൾമോസ്റ്റ് ഒരു 54 പോയിൻറ്റ്സ് നമുക്ക് ഇൻഡെക്സിൽ ക്യാച്ച് ചെയ്യാൻ പറ്റി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രീമിയം നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 20, 25, 24 മാക്സിമം. കാരണം ഇവിടെ ഒരു ഇൻഡിസിഷൻസ് വന്ന സമയത്താണ് ഞാൻ എക്സിറ്റ് ആയത്. ഓൾമോസ്റ്റ് കുറച്ചുകൂടി അപ്സൈഡിലോട്ട് മാർക്കറ്റ് മൂവ് തന്നപ്പോഴായിരുന്നു ഞാൻ ആ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആയത്. അതേപോലെ തന്നെ ഇവിടെ ഒരു അപ്സൈഡിലോട്ട് എൻട്രി എടുക്കാൻ എനിക്കൊരു റീസൺ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുകളിൽ ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് എനിക്ക് കാണാൻ പറ്റി. അതേപോലെ തന്നെ ഫസ്റ്റ് ഒരു ഷാർപ്പ് സെല്ലിങ് വന്നു. ഈ സെല്ലേഴ്സിനെ മാർക്കറ്റ് ഓവർടേക്ക് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വെച്ചൊരു സ്റ്റോപ്പ് ലോസ് ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ആയതുകൊണ്ട് നമുക്ക് നല്ല സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നല്ല രീതിയിൽ അപ്സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കണ്ടത്. നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ ലെവൽസിനെയൊക്കെ മാർക്കറ്റ് നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും ഈ ഒരു ഏരിയയിലെ ട്രേഡ് ചെയ്ത ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് നമ്മുടെ ഒരു മാർക്കറ്റ് നമ്മളുടെ ലെവൽസിനെ മാർക്കറ്റ് നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇന്ന് എൻഡ് ചെയ്ത ഒരു ഏരിയയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓൾമോസ്റ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞ എല്ലാ പോയിൻറ്റ്സിനെയും മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഇതായിരുന്നു ഇന്ന് ഞാനെടുത്ത ട്രേഡുകളും. എന്ന് പറഞ്ഞാൽ ഒരു ട്രേഡ് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് കിട്ടി. അതേപോലെ തന്നെ മറ്റൊരു സെയിം ട്രേഡ് തന്നെ ഞാൻ 2 പ്രാവശ്യം, ഫസ്റ്റ് നമുക്കൊരു ടാർഗറ്റ് തന്നു, പക്ഷേ ഞാൻ ബുക്ക് ചെയ്തില്ല. തിരിച്ച് കോസ്റ്റിൽ വന്നപ്പോൾ വീണ്ടും അഗ്രസീവായിട്ട് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഡൗൺ സൈഡിലോട്ട് തന്നെ എടുത്തു. നമുക്ക് അഗ്രസീവായിട്ട് നമുക്ക് ഡൗൺ സൈഡിലോട്ട് മാർക്കറ്റ് മൂവ്മെൻറ്റ് തന്നില്ല. നമ്മൾ ഓൾമോസ്റ്റ് ഒരു വളരെ ചെറിയ പോയിൻറ്റ് ടാർഗറ്റിൽ നമ്മൾ ഫസ്റ്റ് ട്രേഡ് എക്സിറ്റ് ചെയ്തു. സെക്കൻഡ് ട്രേഡ് നമ്മൾ
ഇതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റി. നമ്മൾ അപ്പ് സൈഡിലോട്ട് എൻട്രി എടുത്തു. പക്ഷേ എന്ത് ചെയ്തു, ഈ ഒരു ലെവലിൻ്റെ താഴെ, ഞാൻ എപ്പോഴും എൻ്റെ ലെവൽസിന് താഴെ തന്നെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. എൻട്രി എടുത്തതിന് ശേഷം അപ്പ് സൈഡിലോട്ട് സസ്റ്റെയിൻ ചെയ്യുന്ന കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, അപ്പ് സൈഡിലോട്ടുള്ള എൻട്രി എടുക്കത്തുള്ളൂ. പക്ഷേ ലെവൽസിന് താഴെ ഞാൻ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് വെയിറ്റ് ചെയ്യത്തില്ല. ഇപ്പോൾ എനിക്ക് ആൾക്കാർ ചോദിക്കും, ഈ ഒരു ഏരിയയിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ ഒരു എൻട്രിയിൽ നിന്ന് എക്സിറ്റ് ആയത്? അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, സ്റ്റോപ്പ് ലോസ് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ടാർഗറ്റ്സ് മാക്സിമം ട്രയൽ ചെയ്തുകൊണ്ട് പോകുക. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഇതൊക്കെ തന്നെയാണ്. ഈ ഒരു ലെവൽ തന്നെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ഈ ഒരു ഏരിയയിൽ നിന്ന് ഷാർപ്പായിട്ട് ബൈങ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇന്നലത്തെ വീഡിയോ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ ഒരു ലെവൽസിലോട്ട് മാർക്കറ്റ് എത്തുന്നതായിട്ട് കണ്ടു. നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റ് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഞാൻ ഈ ഒരു പോയിന്റിൽ വീണ്ടും എനിക്കൊരു എൻട്രി പഞ്ച് ചെയ്യുന്ന ഒരു രീതിയിൽ വന്നായിരുന്നു. ഇവരുടെ മോഡൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്തു. ഇതിന് മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ടും കാണാൻ പറ്റി. നെക്സ്റ്റ് എയിം ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ആണെന്നും എനിക്ക് മനസ്സിലായി. പക്ഷേ നമ്മൾ അധികം അഗ്രസീവ് ആവുന്നില്ല. കാരണം ഞാൻ മാക്സിമം, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്, ഡെയിലി ഒരു ട്രേഡേ മാക്സിമം ശ്രമിക്കുക, ഓവർ ട്രേഡിങ് ചെയ്യാതിരിക്കുക. ഓവർ ട്രേഡിംഗ് ആണ് നമുക്ക് മാക്സിമം ലോസസ് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺസ് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഓൾമോസ്റ്റ് ഒറ്റൊരു ട്രേഡ് മാത്രമേ ഇന്ന് പഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നാളത്തേക്കുള്ള എൻട്രി മോഡൽസ് എന്നല്ല, നാളത്തേക്കുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ നാളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിച്ചു തരാൻ പോകുന്ന ലെവൽസ്. അപ്പോൾ ഈ ലെവൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ ഞാൻ പറഞ്ഞിരുന്ന ലെവൽസ് അല്ല. മാക്സിമം എന്ത് ചെയ്യുക, ഈ ലെവൽസിൽ നിങ്ങൾ ചാർട്ടിൽ വരച്ചതിന് ശേഷം നിങ്ങളുടേതായ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് നോക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങളുടേതായ രീതിയിൽ ഈ ലെവൽസിൽ നിങ്ങളുടേതായ രീതിയിലുള്ള ട്രേഡ്സുകൾ പഞ്ച് ചെയ്യാനും നിങ്ങളുടേതായിട്ടുള്ള പഠിച്ച കാര്യങ്ങൾ ഈ ലെവൽസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഈ ഒരു ലെവൽസിൽ പോയിട്ട് ബ്ലൈൻഡായിട്ട് ട്രേഡുകൾ പഞ്ച് ചെയ്യാനല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ലെവൽസിലോട്ട് പോകാം. നമ്മൾ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ മുകളിലാണ് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് അപ്പ് സൈഡിലോട്ടൊരു എൻട്രി നമുക്ക് എടുക്കാം. അല്ല, ഈ ഒരു ലെവലിന് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ജസ്റ്റ് ഒരു ഫേക്ക് ഔട്ട് ആണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് വീണ്ടും ഷാർപ്പായിട്ട് ഡൗൺ സൈഡിലോട്ട് ഫോളോ ചെയ്യുന്ന ഈ ഒരു ലെവലിലോട്ടുള്ള ടാർഗറ്റും അതേപോലെ ഈ ഒരു ലെവലിലോട്ടുള്ള ടാർഗറ്റും കിട്ടാനുള്ള മോസ്റ്റ് ചാൻസസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ കൃത്യമായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, അപ്പ് സൈഡിലോട്ട് എൻട്രി പഞ്ച് ചെയ്യാം. അല്ല, ഇവിടുന്ന് ഒരു ഫേക്ക് ഔട്ടാണ്, സ്ട്രക്ചർ ബെയറിഷാണ് കാണിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക, മാക്സിമം ഡൗൺ സൈഡിലോട്ട് എൻട്രി പഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇന്നലെ എക്സാക്ട്ലി കറക്റ്റായിട്ടൊരു കാര്യം പറഞ്ഞായിരുന്നു. ഈ ഒരു ലോയുടെ താഴെ മാർക്കറ്റിന് വന്നതിന് ശേഷം മാർക്കറ്റിന് ഈ ഒരു ഏരിയയിൽ ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് മാർക്കറ്റിന് അപ്പ് സൈഡിലോട്ട് മൂവ്മെൻറ്റ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ എക്സാക്ട്ലി ഇന്ന് നമുക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം കാര്യമാണ് ഇന്ന് നമ്മൾ സംഭവിച്ചത്. എക്സാക്ട്ലി മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വന്നു, താഴത്തെ ലിക്വിഡിറ്റി എടുത്തു, മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് മൂവ്മെൻറ്റ് വന്നു. വലിയ കാര്യമൊന്നുമില്ല മാർക്കറ്റിൽ, വളരെ സിമ്പിൾ കാര്യങ്ങളാണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത്. അതേപോലെ ഈ ഒരു ലെവല് മുകളിൽ ഞാൻ പറഞ്ഞത് കണക്ക് തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അപ്പ് സൈഡിലോട്ട് എടുക്കുക. ഫേക്ക് ഔട്ട് തരികയാണെങ്കിൽ ഡൗൺ സൈഡിലോട്ട് ഫോളോ തരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ഏരിയയുടെ ഉള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ലെവലിലെ താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ സൈഡിലോട്ടുള്ള ഈ ഒരു ലെവൽ നമുക്ക് ടാർഗറ്റായിട്ട് എടുക്കാം. ഈ ഒരു ലെവലിനെ താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് മോർ ഡൗൺ സൈഡിലോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇന്നലെ ഞാൻ നിങ്ങളോട് കറക്റ്റായിട്ട് പറഞ്ഞായിരുന്നു, എന്താണ്, എല്ലാ യൂട്യൂബേഴ്സിന് ഞാൻ പറയുന്നില്ല, എല്ലാ ആൾക്കാരും മാർക്കറ്റ് ഫ്രീ ഫോൾ ആയിട്ട് ഡൗൺ സൈഡിലോട്ട് വരും എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ തമ്പനയിലിട്ട കാര്യം എന്താണ്, എല്ലാവരും പറയുന്നു മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ബെയറിഷ്, ഡെയിലിയിലും ബെയറിഷ്, വീക്ക്ലിയിലും ബെയറിഷ്. പക്ഷേ എൻ്റെ വ്യൂ എന്ന് പറയുന്നത് നാളത്തേക്കുള്ളത് മാർക്കറ്റ് ബുള്ളിഷാണ്. എക്സാക്റ്റ് സെയിം ആണ് മാർക്കറ്റിൽ നടന്നത്. താഴത്തെ ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് പോയി. ഇത്രയും കാര്യമാണ് ഞാൻ പറയാൻ ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിസിൽ ഉപയോഗിച്ചത്. അപ്പോൾ നാളത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും ലെവൽസ് നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. ആ ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏറ്റവും സൈഡിലോട്ടുള്ള ലെവൽ 23,000 to 29 എന്ന് പറഞ്ഞ ലെവൽ, അതിന് താഴെ എന്ന് പറയുന്നത് 22,974 എന്ന് പറഞ്ഞ ലെവൽ, അതിൻ്റെ താഴെ എന്ന് പറയുന്നത് 22,875 എന്ന് പറഞ്ഞ ലെവൽ, അതിനേയും താഴെ നമുക്ക് കാണാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22,727 എന്ന് പറഞ്ഞ ലെവൽ. അപ്പോൾ നാളത്തേക്കുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലെവൽസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, ഇതേപോലെ നിങ്ങൾ ട്രേഡ്സ് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിന് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക്, ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ടെലിഗ്രാമിൽ കയറിയിട്ട് എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ഇടാവുന്നതാണ്. മാക്സിമം ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്.